അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. ഇത് വന്നിട്ടൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. അതിൽ വന്ന് റിക്രൂട്ട്മെൻറ്റ് 2026 147 വേക്കൻസീസ് അപ്ലൈ ഓൺലൈൻ ഫോർ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് ആൻഡ് ITI ജോബ്സ്. ഡിപ്ലോമക്കാർക്കും ഉണ്ട് ഇതിൽ. ഓക്കെ, ആപ്ലിക്കേഷൻ പീരീഡ് 12th ജാനുവരി ഓപ്പൺ ആയിട്ടുണ്ട്. 25th ജാനുവരി 2026 വരെ അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുമ്പോൾ ടോട്ടൽ വേക്കൻസീസ് 147 പോസ്റ്റ് നെയിം പ്രൊജക്ട് എഞ്ചിനീയർ, പ്രൊജക്ട് അസോസിയേറ്റ്, പ്രൊജക്ട് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, പ്രൊജക്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈനിലാണ് അപേക്ഷിക്കേണ്ടത്. അപ്ലൈ ഫ്രം 12th ജാനുവരി തുടങ്ങി ഓപ്പണായി വെബ്സൈറ്റ്. ലാസ്റ്റ് ഡേറ്റ് 25th ജാനുവരി. ക്വാളിഫിക്കേഷൻ ഏതൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്നുള്ളതിൻ്റെ BE, BTech, ME, MTech, ഡിപ്ലോമ, ITI. ഓക്കെ, എക്സാം ഡേറ്റ് 1st February 2026 ടെൻറ്റേറ്റീവായിട്ട് ഏകദേശം അപ്പോൾ ഇതിൻ്റെ എക്സാം വരും. സാലറി ഇതിൽ 21,000 മുതൽ 34,000 വരെ പെർ മന്തുള്ള ഇതാണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ പോണ സമയത്ത് ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഉത്തേജനമാവും. അപ്പോൾ ഇതുപോലത്തെ ഡെയിലി 1, 2, 3 വീഡിയോ ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ മറ്റുള്ള ഡീറ്റെയിൽസ് കിടക്കാം. പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് കോഡാണ് ലെഫ്റ്റ് സൈഡിലെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. മറ്റേതിൽ പ്രൊജക്ട് എഞ്ചിനീയർ RF മൈക്രോവേവ് ഇലക്ട്രോണിക്സ് വേക്കൻസീസ് 44, പ്രൊജക്ട് എഞ്ചിനീയർ 7, പ്രൊജക്ട് എഞ്ചിനീയർ മെക്കാനിക്കൽ 13, പ്രൊജക്ട് അസോസിയേറ്റ് ഇലക്ട്രോണിക്സ് 2, പ്രൊജക്ട് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് 22, പ്രൊജക്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് 9, പ്രൊജക്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഫിറ്റർ 15, പ്രൊജക്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടർണർ മെഷീനിസ്റ്റ് 9. ഓക്കെ, അങ്ങനെയായി. അതിപ്പോൾ ഇത് പറഞ്ഞു. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. S1 25/1/2026 വേണ്ട മിനിമം മാർക്ക്, ഈ പറയുന്ന ക്വാളിഫിക്കേഷനിലെ മിനിമം മാർക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ പോസ്റ്റ് പ്രൊജക്ട് എഞ്ചിനീയറിന് BE, BTech, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, CS, IT, ഇലക്ട്രിക്കൽ, സിവിൽ പഠിച്ച ആർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം 55% മാർക്ക് മേടിച്ചിരിക്കണം. പ്രൊജക്ട് അസോസിയേറ്റ് ME, MTech, MSc ഫിസിക്സ്, അറ്റ്മോസ്ഫറിക് സയൻസ് അതുള്ളവർക്ക് പ്രൊജക്ട് അസോസിയേറ്റ് ആയിട്ട് കയറാൻ പറ്റും. പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഡിപ്ലോമ ഓർ BSc ഇൻ റിലവൻറ്റ് ഫീൽഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിപ്ലോമ ഏതായാലും കുഴപ്പമില്ല, BSc ഏതായാലും കുഴപ്പമില്ല, പക്ഷേ അതിൽ 55% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ITI വിത്ത് NCTVT ഇൻ റിലേറ്റീവ് ട്രേഡ് എന്ന് പറഞ്ഞപ്പോൾ ഫിറ്റർ ട്രേഡ് ആയിരിക്കണം. നിങ്ങൾ അപേക്ഷിക്കുന്ന ഫിറ്റർ ആണെങ്കിൽ, മെഷീനിസ്റ്റ് ആണെങ്കിൽ ആ ട്രേഡിലായിരിക്കണം ITI വിത്ത് NCTVT സർട്ടിഫിക്കറ്റ് വേണ്ടത്. ഓക്കെ, പിന്നുള്ളത് ഏജ് ലിമിറ്റാണ്. പ്രൊജക്ട് എഞ്ചിനീയർ അസോസിയേറ്റ് 28 ഇയേഴ്സ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 25 ഇയേഴ്സ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 30 ഇയേഴ്സ് പ്ലസ് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വന്നിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കിത് പറ്റില്ലെങ്കിലും ക്വാളിഫിക്കേഷനോ ഒന്നും പാകത്തിലല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപയോഗപ്പെടും. ഓക്കെ, ഞാൻ ഡെയിലി ഒരു 1-2 വീഡിയോ ഇടുന്നുണ്ട് ഇതേപോലത്തത് പല സ്ഥലങ്ങളിലായിട്ടുള്ളത്. ഓക്കെ, പിന്നെ എക്സ്പീരിയൻസ് ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ ഫോർ മോസ്റ്റ് പോസ്റ്റ്. PTA B റിക്വയർസ് മിനിമം 3 ഇയേഴ്സ്. അത് നോക്കിയാൽ മതി. PTA B എന്ന് പറയുന്ന പോസ്റ്റിന് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. സാലറി ഒരു 30,000, പ്രൊജക്ട് എഞ്ചിനീയർ 30,000 മുതൽ 34,000 വരെ, സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 25,000 മുതൽ 28,000 വരെ, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ 21,000 മുതൽ 24,000 വരെ. അതാണ് സെലക്ഷൻ പ്രോസസ്. സ്ക്രീനിങ് ടെസ്റ്റ്, റിട്ടൺ, സ്കിൽ ഇൻ്റർവ്യൂ ഓൺ 1st February അപ്രോക്സിമേറ്റ്ലി ആണ്, ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ് ഒറിജിനൽ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യുക, ജോലിക്ക് കയറാം. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ടു റിമെമ്പർ, ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് 12 ജനുവരി മുതൽ ഓപ്പണായി. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ 25th ജാനുവരി. സ്ക്രീനിങ് ടെസ്റ്റ് 1st February 2026 ആണ്, അതും ടെൻറ്റേറ്റീവ് ആണ്. ഇനിയുള്ളത് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ, അപ്ലൈ ഫോർ ഓൺലി 1 പോസ്റ്റ്. ഒരാൾ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം. അപ്ലോഡ് ക്ലിയർ സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ്, അത് വായിക്കാൻ പറ്റാത്ത ഡോക്യുമെൻ്റ് ആണെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യും. ഡീറ്റെയിൽസ് മസ്റ്റ് മാച്ച് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ സമയത്ത് ഇത് അറ്റാച്ച് ചെയ്തതുമായിട്ട് മാച്ച് ആയിരിക്കണം. ചെക്ക് വെബ്സൈറ്റ് റെഗുലർലി ഫോർ അഡ്മിറ്റ് കാർഡ് ആൻഡ് എക്സാം ഡേറ്റ്സ്. ഇതിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും എക്സാം അപ്ഡേറ്റ്സും കിട്ടും. ദിസ് റിക്രൂട്ട്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് R&D ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഞ്ചിനീയേഴ്സ്, ഡിപ്ലോമ ഹോൾഡേഴ്സ് ആൻഡ് ITI. ഡോണ്ട് മിസ് ദിസ് ചാൻസ് ടു വർക്ക് ഓൺ ഇന്ത്യ ഹൈടെക് ഡിഫൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് പ്രോജക്ട്സ്. ഓക്കെ, ഇന്ത്യയിലത്തെ വമ്പൻ പ്രൊജക്റ്റിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി നോക്കാനുള്ളത് ഒന്നുകൂടിയും പറയാണ്, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. എന്നാലാണ് ഇത് നമുക്ക് ഇടാനുള്ള ഒരു വീണ്ടും വീഡിയോ പുതുത് ഇടാനുള്ള ഒരു ഇത് കിട്ടും, ഉത്തേജനം കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, അപ്പോൾ റിപ്ലൈ തരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുന്നേറാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, അധികം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ടതിനാണ്. ഓക്കെ, അപ്പോൾ ഹൗ ടു അപ്ലൈ എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? ഫോളോ ദി സ്റ്റെപ്സ്. വിസിറ്റ് recruitment.samir.in ഗവൺമെൻറ് വെബ്സൈറ്റാണ്. അതിൽ
click on new registration. Okay, register using email ID and mobile number, fill online application form, select code correctly. ഒരാൾക്ക് ഒന്നേ അപ്ലിക്കാൻ പറ്റും. അപ്ലോഡ് ഫോട്ടോ, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ്. ക്ലിക്ക് ഫൈനൽ സബ്മിറ്റ്. അത് കഴിഞ്ഞ് ഡൗൺലോഡ് ആൻഡ് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ PDF. ഇത്രയേ ഉള്ളൂ. ക്യാരി ദിസ് പ്രിൻ്റ് ഔട്ട് ടു ദ എക്സാം ഇൻ്റർവ്യൂ. ഒരു ഡേറ്റ് പറഞ്ഞ സമയത്ത് ഈ പ്രിൻ്റ് ഔട്ട് കൊണ്ട് വേണം നിങ്ങൾ പോകാൻ. ഈ പ്രിൻ്റ് ഔട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ വന്നിരിക്കും. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ പതിക്കുക, സിഗ്നേച്ചറും കറക്റ്റ് ചെയ്യുക. അവിടെ കൊണ്ട് സിഗ്നേച്ചർ ഇടുന്ന സമയത്ത് നിങ്ങളുടെ സിഗ്നേച്ചർ മാച്ച് ആവണം. അപ്പോൾ വീണ്ടും പറയാനുള്ളത് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. പിന്നെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.